Happy birthday to you. Happy birthday to you. ഇതൊരു അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ വന്ന് കളിക്കാൻ നല്ല പറ്റിയ സ്ഥലം. വേഗം വാ. ചിക്കൻ്റെ കാല് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, മുട്ട പൊരിച്ചത്, മീൻ കറി, ഉപ്പേരി. അത് ഒന്ന് ഭയങ്കര മെലിഞ്ഞിട്ടില്ലേ? ചാച്ചു കണ്ടില്ല? ശരിക്കും സന്തോഷായ ചാച്ചു? അമ്മോ അത് വരുന്നുണ്ടാ. ഹലോ, സോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കുറച്ച് നാളായിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും വരാറില്ല. കാരണം ഞങ്ങൾ അങ്ങനെ വലിയ ട്രിപ്പും കാര്യങ്ങളൊന്നും പോകില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കാണാത്ത കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവാണ്. ഏകദേശം ഇങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെവിടെയാണ് ട്രിപ്പ് പോകുന്നത് സനു? ഊട്ടിക്ക്. യെസ്, നമ്മൾ ഊട്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഉണ്ട് ഞങ്ങൾക്ക്. അതായത് ഞങ്ങൾ കുഞ്ഞാവേൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. ഞങ്ങൾ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും വീട്ടിലല്ലേ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യം ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ രാവിലെ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചക്കത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലുള്ളത്. അപ്പോൾ മക്കളെല്ലാം ഉറങ്ങുന്നതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എണീച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? ഇനി വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ചാച്ചു എന്നോ അങ്ങോട്ടല്ല, വലത്തോട്ടിടാ, ഇടത്തോട്ടിടാ. ഹലോ, എന്നാ കഴിക്കുന്നത്? നമ്മൾ എവിടെ എത്തിയെല്ലാം പറ. വയനാട്ടിലെത്തി. നമ്മൾ കുഞ്ഞിപ്പത്തിലിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. നിഖിൽ എങ്ങനെയുണ്ട്? അടിപൊളി. ഇന്നലെ ചാച്ചും സനുവും കൂടിയിട്ട് പരത്തിയാണ് കേട്ടോ. ഇതിനൊരു ടെക്നിക്ക് ഉണ്ടല്ലേ സനു ഇതുണ്ടാക്കുന്നതിന്? അത് നമുക്ക് പിന്നെ കാണിച്ചാലോ. തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, തേനേലം എന്നുള്ള പറഞ്ഞിട്ട്. അവിടെ ഒരു കഫേ, അവിടെ ചായ എല്ലാം കിട്ടും. ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന്. ചാച്ചുവിന് എന്താ കഴിക്കുക? ചാച്ചു ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അവൾക്ക് രാവിലെ റെഡിയായില്ല, കുറച്ചും കൂടെ കഴിയണം. അവൾക്ക് ഉറക്കം റെഡിയായില്ല എന്ന്. കിച്ചു കഴിച്ചു നല്ലോണം. കിച്ചുട്ടാ ഹലോ. എവിടെയൊന്നും അറിയില്ല. ഞങ്ങളിതാ നല്ലൊരു സ്ഥലം കണ്ട്. ഇപ്പം എത്ര സമയമായെന്നറിയാം? 11:30 ആയില്ല കേട്ടോ. അപ്പോൾ നല്ല സ്ഥലം കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിച്ച് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ പോവാം. അത് നല്ല തണുപ്പൊക്കെ തുടങ്ങിട്ടാ, നല്ല സുഖമുണ്ട്. എന്നിട്ട് ഇതാ ചാച്ചു പോച്ചിട്ടല്ലേ ഇരിക്കുന്നു അമ്മേൻ്റെ സാരി കൊണ്ട്. കിച്ചു, ബർത്ത്ഡേ ബോയ് എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? ഗുഡാണാ? ആ, ഇന്ന് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡാണ്. കണ്ട എല്ലാം എഴുതി വെച്ചിട്ട് KPFF. ഇതെല്ലാം എന്താന്ന് വെച്ചാൽ എഴുതിയത് UP എന്ന് പറഞ്ഞ ഉപ്പേരി, ഇത് ചിക്കൻ ഫ്രൈ CF എന്ന് പറഞ്ഞാൽ, പിന്നെന്നാടാ C എന്ന് പറഞ്ഞാൽ ചോറ്, കുറേ ചോറുണ്ട. സനു എഴുതിന് കേട്ടോ. FF എന്നാടാ ഫിഷ് ഫ്രൈ. നമ്മൾ കഴിക്കാം. ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. സൺഫ്ലവർ അല്ല മോളെ ഇത്. ഇതിൻ്റെ പേര് നമുക്കറിയില്ല. ഇതൊരു കാട്ടു ചെടിയാണ്. ഇതിങ്ങനെ നമ്മൾ പറമ്പിലെല്ലാം ആയിക്കഴിഞ്ഞാൽ നിറച്ചിങ്ങനെ പടർന്നു പോകും. സൺഫ്ലവർ ബിഗ് ആയിരിക്കും കേട്ടോ. ഇത്ര ഉണ്ടാവും സൺഫ്ലവർ. ബാക്കോട്ട് വീഴല്ലേ, ബാക്കിലോട്ട് ഇങ്ങനെ കുറച്ചൊരു താഴ്ചയുണ്ട്. ഇപ്പൊ കഴിക്കാം. അയ്യോ, ഇവർ കഴിക്കാൻ തുടങ്ങി. കള്ളന്മാരവിടെ ഇരുന്നത് ചിക്കൻ ഫ്രൈ അവനെ കഴിക്കുന്നത്. അടിപൊളി. എന്താ ചിക്കൻ
അപ്പൊ നമ്മള് കഴിക്കട്ടാ. ഇവിടെ കഴിച്ച് തീർന്നില്ലടോ. ഇത് നോക്കണം. ഇതിലാ ചിക്കൻ ഉണ്ട്, ചിക്കൻ്റെ കാല്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, മുട്ട പൊരിച്ചത്, മീൻ കറി, ഉപ്പേരി, ഇതെല്ലാം കൂടെ കഴിച്ച് തീരണ്ട. എനിക്ക് ചോറിനെക്കാളും കൂടുതൽ കറിയാണ്. കഴിക്കുന്ന സ്ഥലം നോക്കി. നല്ല സ്ഥലം, നല്ല കാറ്റ്, എൻ്റെ മുടിയെല്ലാം പോയടാ. പിന്നെ നല്ല ബാക്കിൽ നല്ല സീനറി അല്ല. ഇപ്പോഴത്തെ സൈഡിൽ ഒരു വെയിറ്റിംഗ് ഷെഡ്, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഒരു മണ്ണിൽ നിന്നുമ്പോഴൊരു സങ്കടം. നല്ല രസമുണ്ട്, ഇവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര സുഖം. മുതുമലൈ ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. ചാച്ചു ഇനി അനിമൽസിനെ കാണാതിരിക്കും കേട്ടാ. ടൈഗർ വേണ്ട, ടൈഗർക്ക് വേണ്ട ചാച്ചോ. ടൈഗർ ഇല്ലെങ്കിലും കുറച്ച് ആനയെന്നെല്ലാം കണ്ടാ മതി. ഇല്ലടാ, ഉറങ്ങാൻ തന്ന രണ്ടാൾക്കാരാണ് ചാടി. അവിടെ കൊറേ ഡീറിന്റെ എല്ലാം മാനെല്ലാം ഉണ്ടാവും എന്തായാലും. ഡീർ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും എല്ലാം കാണുമായിരിക്കും അല്ലേ? അവര് വിശ്വസിച്ചിട്ടോ. ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു സമയം ഓർമ്മയുണ്ട്. പൂമ്പാറ്റ കണ്ടല്ലേ? ലക്ഷക്കണക്കിന് പൂമ്പാറ്റുണ്ട് അറിയാലേ. ഇപ്രാവശ്യം വരുമ്പോ കണ്ടു ബാംഗ്ലൂർ വരുമ്പോ ഇങ്ങോട്ടേക്ക് ബാവലിയില്ല. കൊറേ പൂമ്പാറ്റ. പക്ഷെ അന്നത്തെ തരത്തിലൊന്നുമില്ല, കൊറേ പൂമ്പാറ്റ ഇത്രയും ഉണ്ടായിരുന്നു. ഹണിമൂൺ ഉണ്ടായത് ഊട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ ഇതിലൂടെ പോകുന്ന സമയത്ത് നിറച്ചു പൂമ്പാറ്റേനു. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? ഭയങ്കര രസമുണ്ടായിരുന്നു. മഴപ്പാറ്റ പൊടിയും പോലെ പൂമ്പാറ്റ പൊടിയുന്നു. മഴപ്പാറ്റനെ പോലെ പൂമ്പാറ്റ കൊറേ ഉണ്ട്. എനിക്ക് കണ്ടില്ലേ? വാ വാ ഡീറേന്ന് ഒന്നും കണ്ടില്ലാന്ന് വിഷമേ. ആ കൊമ്പലുണ്ട്. അയ്യോ എലിഫന്റ് എലിഫന്റ് കണ്ട ആ കൊമ്പുണ്ട്. കാണുന്നുണ്ടോ ഉമ്മ എല്ലാരും? തല മാത്രം കാണുന്നുള്ളത് ഇങ്ങോട്ട്. ഇവിടെ ഇവിടെ കണ്ട വലിയ കൊമ്പ് കാണുന്നുണ്ട്. ചുട്ടി അവിടെ കണ്ടില്ലടാ. ആ കൊമ്പുള്ളതല്ല, വെറുതെ വരാന്. വെറുതെ കൊമ്പുള്ളതല്ല, മീൻസ് പിടിയാനെയാന്ന് തോന്നുന്നു. അതിന് വലിയ കൊമ്പൊന്നും കാണുന്നില്ല. ചാച്ചു കണ്ടില്ല? ശരിക്കും സന്തോഷായ ചാച്ചു? ഞാൻ ഭയങ്കര ഹാപ്പി. ഒന്നും കാണൂല എന്ന് വെച്ചിട്ട് രണ്ടെണ്ണത്തിനെ കണ്ടു. വെറുതെ അറിയില്ല, കൊറേ കാണുന്നില്ല. ചാച്ചു കാണുന്നുണ്ടാവുമല്ലോ. ചാച്ചു കണ്ടില്ല? വെറുതെ പറയുന്നേ, അത് പാറയാ. കയ്യിലുണ്ടേ ഇതിന്റെ അകത്ത്. ഹലോ, ഇന്ന് നോക്കുന്നുണ്ട് കേട്ടാ. ഹലോ മങ്കിനോട് വാ പറ. മങ്കി ആനയുണ്ട്, മാനുണ്ട്. ആന 2-3 ആനയുണ്ട്. മരത്തിന്റെ ചോട്ടിലത് തല മാത്രം കാണുന്നതാ. എത്തി നോക്കുന്നതാ അതിന്റെ ഇടയില്. ചെറുതല്ലടാ, വേഗം വാ. ഇനി വഴിയിലെല്ലാം കാണുമായിരിക്കും. കൊറേ ആൾക്കാരെല്ലാരും ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. ഇതൊക്കെ എത്ര ആൾക്കാരവിടെ കാണാൻ നിൽക്കുന്നു. എല്ലാരും വണ്ടി നിർത്തിയിട്ട് അല്ല, ഇനി വഴിയിലെല്ലാം കാണുമായിരിക്കും. ഇവിടെ അധികം ആനയുള്ള കാടാണ്. എന്താ പിന്നെ ആൾക്കാര് നിന്നിട്ടുണ്ട്. വഴിയിൽ ആൾക്കാര് നിക്കുന്നു. പിന്നെ ആന 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 അമ്മ ഇന്ന് കൊറേ ആനനെ കണ്ടല്ലോ. കണ്ടു, സന്തോഷായി എനിക്കിപ്പോ തന്നെ. വെട്ടാട്ടെ ഇപ്പൊ ഇവിടെ ഓഫായി പോയിട്ട് കുങ്ങള് വണ്ടി. മോനെ മോ ഹാപ്പി അല്ലേ? മോനെ ഹാപ്പിയാണ്. ഇഷ്ടം പോലെ ആനനെ കണ്ടു. ടൈഗറിനെ കണ്ട്.
ഈ സ്നേക്കും ഉണ്ടാവുക അടിപൊളി കണ്ടാ 2 പൈസ 2 പൈസ കിച്ചു കണ്ടാ ശരി ഉഷാറില്ലടി അത് ഒന്ന് ഭയങ്കര മെലിഞ്ഞിട്ടില്ലേ ബാക്കിലുള്ളത് കുറച്ചും കൂടെ മെലിഞ്ഞിട്ട് കിച്ചുട്ടാണ്ടിനാ എന്നാ അത് എപ്പൻ്റെ അല്ലടാ ബൈസൺ അല്ല എലിഫന്റാ മാൻ 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 റൈറ്റ് സൈഡിൽ മാനുണ്ട്. കാണുന്നില്ലേ ആ യന്ത്ര അതാ ആളൊക്കെ ഇഷ്ടായോ ഇഷ്ടായോ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് ഞാൻ ജസ്റ്റ് എത്തിയിട്ട് വരുന്നുണ്ട് ഫുള്ള് ഫ്ലവേഴ്സും പിന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് നമുക്ക് വെറുതെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോഴേ തണുക്കുണ്ട് ഞാൻ ചാച്ചന് ഷോർട്സ് എല്ലാം ഇട്ട് കൊടുത്തേ തണുക്കുണ്ടോ ആ ചാച്ചന് തണുക്കുണ്ട് അപ്പോൾ ചാച്ചുവിന് ഇനി ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തിട്ട് ചൂടുപ്പായലിട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് മിനിറ്റ് കാണിച്ചു തരാം ഞാൻ ഈ ഹോട്ടലിൻ്റെ ഈ റൂമിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടുവേ അപ്പം ഇത് ഞാൻ റൂമും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല ഇതൊരു അടിപൊളിയാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് കുട്ടികളെ കൂട്ടിയിട്ടൊക്കെ വന്ന് കളിക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മെല്ലെ മെല്ലെ കാണിച്ചു തരാം റൂം ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ ചാച്ചു എങ്ങനെയുണ്ട് സർപ്രൈസ് പറ സർപ്രൈസ് എങ്ങനെയുണ്ട് അതിന്റെ സെലക്ഷൻ കിച്ചുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണോ കിച്ചുവിന് ഇഷ്ടമായോ കിച്ചുവിന് അറിയില്ലല്ലോ കിച്ചുവിന് ഒരു കേക്ക് മേടിച്ചിട്ട് ഒരു കുഞ്ഞു കേക്ക് മേടിക്കല്ലേ ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യണമെന്നുണ്ട് അപ്പം അതെല്ലാം നമുക്ക് കാണാം ആദ്യം ഇവരെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് ബാക്കി രണ്ടാളും ഡ്രസ്സെല്ലാം മാറ്റി ചാച്ചുവിന് കോട്ട് മതി എന്ന് പറഞ്ഞേ കിച്ചു ഫുള്ള് ഡ്രസ്സെല്ലാം മാറ്റി നല്ല ഡ്രസ്സ് വേറെ തണുപ്പിൻ്റെ ഡ്രസ്സെല്ലാം ഇട്ട് ഇനി അതാ കളിക്കാൻ പോകുന്നതാന്ന് കിച്ചു ഇനി വീണ് പോയോ വീഴല്ലേ പൊന്നു വീഴല്ലേ ആ എന്ത് രസാല്ലേ ഞങ്ങൾ വൈകുന്നേരം കുറേ നേരം പാർക്കിലെല്ലാം കളിച്ച് ക്ഷീണിച്ച് സനു പോയിട്ട് ചിക്കൻ ടിക്കയും പിന്നെ സൂപ്പും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വീണ്ടും കാണിച്ചരേ ആ ഭയങ്കര സോഫ്റ്റാടാ നിഖിൽ കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട് നിഖിൽ കഴിച്ചിട്ട് പറയുമ്പോൾ സനു അപ്പുറത്ത് നല്ല രസമുണ്ട് ചിക്കൻ ടിക്കയുടെ രസമുണ്ടാ ഭയങ്കര സോഫ്റ്റാന്ന് തോന്നല്ലേ സോഫ്റ്റാ ചത്ത് അയ്യോ ലൈറ്റ് പോയി പിന്നെ ഇവിടെ ക്യാമ്പ് ഫയറിനെല്ലാം സെറ്റ് ചെയ്ത് ഭയങ്കര സത്യം രക്ഷയില്ല കേട്ടോ ആടെ ഇരുന്ന് ഭയങ്കര ഇണക്കൊരുവിടെ ഇരുന്ന് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കേക്കെല്ലാം റെഡിയാക്കി വെച്ച് ഫോൺ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ അവിടെ വരുന്നുണ്ട് ഞാൻ പറയാം അപ്പൊ ഞങ്ങളിതാ കേക്ക് മുറിക്കാൻ പോകുന്നതാണ് എല്ലാരും വരുന്നവരെ കാത്തിക്കാനുള്ള ത്രാണിയില്ല ഞങ്ങളെല്ലാം തണുത്ത് മരിക്കാൻ പോകും ക്യാമ്പ് ഫയറിന്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്യാമ്പ് ഫയറിന്റെ അവിടെ സെറ്റാക്കി ഉണ്ടെങ്കിലും ചൂട് ഞങ്ങൾക്ക് തീരെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര തണുപ്പാണ് അപ്പം മക്കൾക്കും എല്ലാവർക്കും തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരും വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടാ
ഇവിടെ കാറ്റടിച്ചിട്ടാടാ, കാറ്റടിച്ചിട്ട് മെഴുതിരി കത്തുന്നില്ല. ആ കത്തി കത്തി ഈടാ കിട്ടുപോയി. എടാ എന്തൊരു കാറ്റാ. നടുവിലേക്ക് അത് നടുവിലേക്ക് അത് തിരിയും. തിരിഞ്ഞില്ലല്ലോടാ, അത് തിരിഞ്ഞില്ല. നോക്കേ കട്ടിട്ടെ ഇത് ഊതണേ പൊന്നാ. ഊതിക്കോ. Happy birthday to you. Happy birthday to you. Happy birthday dear Kichuta. Happy birthday to you. ചാച്ചു ഒരു കഷ്ണം എടുത്തിട്ട് കിച്ചൂട്ടന്റെ വായിൽ വെച്ചെടുക്കണേ. മോളെടുക്ക്. ആദ്യം എടുത്ത് തരുവേ. കിച്ചൂട്ടിന് കൊടുക്കണേ. ഇനി ചാച്ചു തിന്നത്. എല്ലാം കൂടെ എന്റെ വായിലേക്കോടെ നോക്കത്. മതിയായോ? ചാച്ചു കൊടുത്തില്ലല്ലോ. ചാച്ച കൊടുത്ത ആദ്യം ബർത്ത്ഡേ കേക്ക് കേട്ടോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് നല്ല മഴയുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ചെറിയ ചാറ്റലുണ്ട് കേട്ടോ. ചാച്ച കഴിക്കാൻ പോവാം. സാനു നല്ല ഇഡ്ഡലിയും ചട്നിയും ബജ്ജിയും എല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ആവി പറക്കുന്ന സാമ്പാറുണ്ട്. ഇല്ല ബജ്ജി, ഇത് ഉപ്മാവാണ്. നല്ല ചൂടുണ്ട്. ഇതിൽ ഇത് മറ്റേ സ്റ്റഫ്ഡ് ആയിട്ടുള്ള പറാത്ത പോലത്തെ ആ സാധനം. ഇവിടെ ബോയിൽഡ് എഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുവിനും ചാച്ചുവിനും സെറ്റ്. ദോശ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചുടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തരും. അമ്മയും കിച്ചുവും ചാച്ചയൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇന്നും എന്നാ വേണ്ടേ? എഗ്ഗോ? എഗ്ഗ് ഉണ്ട്. ദോശയും കഴിക്കണോ, എന്നിട്ട് എഗ്ഗ് തരും കേട്ടോ. അച്ഛാ ഇങ്ങനെയുണ്ട് ദോശ? നല്ല ദോശ. എന്നാൽ ചാച്ചു എഗ്ഗ് കഴിച്ചോ? ചാച്ചു എഗ്ഗാണ് കഴിക്കുന്നത്. വേഗം കഴിച്ചോ. അതന്നെ വേഗം കഴിക്കണേ. നമുക്ക് അടുത്ത മേടിക്കാമല്ലോ കേട്ടോ. മധുരം ഉണ്ടായില്ലേ? കുറച്ചും കൂടെ ഷുഗർ ഇടണോ? വേണ്ട. ചാച്ചന് ഇപ്പോഴാണ് ഹാപ്പി ആയിട്ടോ. അവൾക്ക് ദോശ ഇതൊന്നും കൊടുത്തിട്ട് മുട്ടയൊന്നും കൊടുത്തിട്ട് വലിയ ഹാപ്പി ഒന്നുമില്ലേ. ഒരാൾ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ, അച്ചച്ച വേണമെന്ന് പറഞ്ഞിട്ട്. ചാച്ച എന്നാ കുടിക്കുന്നത്? ചാച്ചു ഓറഞ്ച് ജ്യൂസോ? ഗുഡാണോ? എന്തായാലും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? 2 കുട്ടി ദോശ, മസാല ദോശ എന്ന് പറഞ്ഞാൽ ചെറിയ ദോശയാണ്. ഇങ്ങനത്തെ 2 ദോശ, മുട്ട, പിന്നെ ഒരു ഓംലെറ്റ്, എന്തുണ്ടോ കഴിച്ചു. അച്ഛൻ മുട്ട പുഴുങ്ങിയതുണ്ടേന്. അച്ഛൻ കഴിച്ചാൽ അത് കുട്ടിയേക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കഴിച്ചില്ല. ഇപ്പം അച്ഛൻ പറഞ്ഞു പോയ ഒന്നും കൂടി എടുത്തിട്ട് വന്നു. മഴയുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് റെഡിയായി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, ഊട്ടിയിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ 11 മണിയായി, ചെക്കൗട്ടായി. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിലും അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചാ.